ലച്ചു ഒന്ന് വേഗം എണീക്ക്, എല്ലാരും കുളിച്ചു, ഇനി നീ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ചേച്ചി ഉറങ്ങാനും സമ്മതിക്കില്ല. നിന്നെ പെണ്ണ് കാണാൻ വരുന്നതിന് ഞാൻ എന്തിനാണ് ഈ കുളിക്കുന്നത്? നീ കുളിച്ചാ പോരെ. ഇനി നിന്നെ മണങ്ങാൻ അടിച്ചിട്ട് ചെക്കൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞാലോ? നീ പോയി കുളിക്കുന്നുണ്ടോ? ഇല്ല ഞാനിപ്പോ അച്ഛനെ വിളിക്കും. ഈ പെണ്ണ് സമ്മതിക്കില്ല. ഈശ്വര, ആ ചെക്കനെ ഇവൾക്ക് ഇഷ്ടമാവണേ. ഇവളെ കെട്ടിച്ചു വിട്ടിട്ട് വേണം മനസ്സമാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ. 10 മിനിറ്റിൽ കുളിയും പല്ലുവേപ്പും കഴിഞ്ഞു. പക്ഷേ ചേച്ചി തന്നോട് യുദ്ധം തന്നെ യുദ്ധം. പാവം വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടൊരു സാരി ചുറ്റാൻ. നോക്കി നിൽക്കാവുന്ന വന്ന് സഹായിക്കടി ദുഷ്ടേ. എനിക്കെങ്കിലും മേല. നിന്നോടാരാ ഈ പുരാതന വേഷം എടുക്കാൻ പറഞ്ഞ്? വല്ല ചുരിദാറും എടുത്താൽ പോരായിരുന്നോ? എൻ്റെ ലച്ചു, അറ്റ്ലീസ്റ്റ് ഈ സാധനം അഴിച്ചെങ്കിലും താ. അവളാകെ പെട്ട് നിൽപ്പുണ്ട്. ഇതിലിപ്പോൾ ഞാൻ കൈവച്ചിട്ടും കാര്യമില്ല. അറിയാവുന്ന ആരെങ്കിലും തന്നെ വിളിക്കണം. പുറത്ത് പെണ്ണുങ്ങളുടെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. ആരെങ്കിലും സഹായിക്കാതിരിക്കില്ല. വാതിൽ മെല്ലെ തുറന്ന് തല പുറത്തേക്കിട്ടപ്പോഴല്ലേ രസം. മലവെള്ളപ്പാച്ചിൽ പോലെ അകത്തേക്ക് തള്ളിക്കയറാൻ നിൽക്കുന്ന ആന്റിമാർ ഇപ്പം അകത്തേക്ക് കയറിയ അവിടെ കോലം കണ്ടെല്ലാം ബോധം കിട്ടുക തന്നെ. അതുകൊണ്ട് ഞാൻ അപ്പച്ചിയെ മാത്രം തോണ്ടി വിളിച്ചിട്ട് അകത്തേക്ക് കയറ്റി. വാതിലടച്ച് തിരിയുമ്പോഴുണ്ട് അപ്പച്ചി ആ 5.5 മീറ്റർ തുണി കയ്യിലെടുത്ത് കാലുകൊണ്ട് ചവിട്ടി പിടിച്ച് എന്തൊക്കെയോ ഗോഷ്ടി കാട്ടി ഒടുവിൽ അവളെ പെണ്ണാക്കി മാറ്റി. ഭാഗ്യം, ഇല്ലെങ്കിൽ ഈ പെണ്ണുകളിലൊക്കെ വെറുതെ ആയിന്. മോളിനി വാതിൽ തുറന്നു കൊടുക്ക്, അവരൊക്കെ കാണട്ടെ. വാതിൽ തുറക്കേണ്ട താമസം. എല്ലാവരും ഇടിച്ചു കയറി. ഒക്കെ അയൽക്കാരാ. കണ്ടാ തോന്നും തനുവിനെ ഇവരൊക്കെ ആദ്യമായിട്ട് കാണുവാന്ന്. പെട്ടെന്നാണ് പുറത്തൊരു ഒച്ചയും ബഹളവും കാറ് വരുന്ന ശബ്ദം കേൾക്കുന്നത്. ചെക്കൻ്റെ കൂട്ടിന് വന്നു എന്നാ തോന്നണേ. അടുത്ത സെക്കൻഡിൽ ആര്യമാരൊക്കെ പുറത്തേക്ക് ഓടി ചെക്കനെ കാണാൻ. ഞാനും വെറുതെ ഒന്ന് പോയി നിന്ന് നോക്കി. അച്ഛൻ്റെ ഉറ്റ ചങ്ങാതി സതീഷ് അങ്കിളുടെ മോനാണ് ചെക്കൻ. ഡോക്ടറാണ്. അങ്കിൾ ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരാറുണ്ടെങ്കിലും മക്കൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. വൈഫിനെയും കണ്ടിട്ടില്ല. ഇങ്ങനെ ആലോചന മുന്നോട്ട് വെച്ച അങ്കിൾ തന്നെയാണ്. നിരഞ്ജൻ ചേട്ടൻ്റെ, അതായത് തനുവിനെ കെട്ടാൻ പോണ ചെക്കൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിരുന്നു. പക്ഷെ നേരിൽ കാണാതെ ഒരു സമാധാനമില്ല. വേറൊന്നും കൊണ്ടല്ല, ഫോട്ടോയിൽ കണ്ടപ്പോൾ ചെക്കന് മുടിഞ്ഞ ലുക്ക്. സതീശൻ അങ്കിളിനാണെങ്കിൽ അത്രയ്ക്ക് ലുക്കുമില്ല. അപ്പോൾ ഒന്ന് കണ്ടല്ലേ പറ്റൂ. ജനാല വഴി ഞാനൊന്ന് എത്തി നോക്കി. 2 ഇന്നോവ കാർ വന്ന് നിന്നിട്ടുണ്ട്. മുന്നിലത്തെ വണ്ടിയിൽ നിന്നും ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരു ചെക്കൻ പുറത്തേക്ക് ഇറങ്ങി. ബ്ലാക്ക് ഷർട്ടും ബ്ലൂ പാൻറ്റുമാണ് വേഷം. ഇതിനാണോ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഒരുങ്ങിയത്? ഫോട്ടോയിൽ കണ്ട പോലെ താടിയൊന്നുമില്ല, എങ്കിലും ഒരു മാസ് ലുക്കുണ്ട്. ഇത് തന്നെയാണോ കക്ഷി? അപ്പോഴാണ് അപ്പുറത്തെ വശത്തെ വാതിൽ തുറന്ന് നിറഞ്ഞ ചിരിയോടെ പുറത്തിറങ്ങുന്നു വേറൊരു ചെക്കൻ. ഇതെന്താ 2 ചെക്കന്മാരോ? ഇതാടി പയ്യൻ, മറ്റേത് അവൻ്റെ അനിയനാ. അടുത്തുനിന്ന് അമ്മച്ചിയാണ് പറഞ്ഞെന്ന്. ഇപ്പോൾ വന്ന കക്ഷി മുണ്ടു ഷർട്ട് ഇട്ട് കണ്ടാലേ അറിയാം, പെണ്ണ് കാണാൻ തന്നെ. അപ്പോൾ ഇതാണ് നിരഞ്ജൻ ചേട്ടൻ. മറ്റേത് അനിയൻ സഞ്ജയ്. ആളിനെന്തോ സങ്കടത്തിൻ്റെ അസുഖമുണ്ടെന്ന് തോന്നുന്നു. ചിരിക്കുന്ന പോയിട്ട് ആകെ മൊത്തം ഒരു പുച്ഛ ഭാവം. എന്തൊക്കെയാലും നിരഞ്ജൻ ചേട്ടൻ പൊളിയാണ്. ചേച്ചിക്ക് നന്നായിട്ട് ചേരും. ഇവരൊക്കെ വന്നിട്ട് എൻ്റെ അച്ഛനെ കാണുന്നില്ലല്ലോ. സാധാരണ സതീഷ് അങ്കിളിനെ കണ്ട ഓടി തലയിലെടുത്തുകൊണ്ട് നടക്കേണ്ടതാണല്ലോ. പറഞ്ഞു തീർന്നില്ല, ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി വരുന്നു എൻ്റെ ഡാഡിപ്പടി. വന്നപാടെ തുടങ്ങി ചെക്കന് കൈ കൊടുക്കാനും കെട്ടിപ്പിടിക്കാനും. പിന്നിലെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് സതീഷ് അങ്കിൾ. അടുത്ത കെട്ടിപ്പിടുത്തം അവിടെയാണ്. പിന്നാലെയുണ്ട് അങ്കിളുടെ വൈഫ്. ഭാഗ്യം അച്ഛൻ കെട്ടിപ്പിടിച്ചില്ല, ഇല്ലെങ്കിൽ ഈ ഒരുങ്ങിയതൊക്കെ വേസ്റ്റ് ആയനെ. വന്നപാടെ നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് കയറി വാ. എൻ്റെ അമ്മയും കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. എല്ലാവരും അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ഞാൻ നേരെ മുറിയിലേക്ക് ഓടി. റൂമിലേക്ക് വന്നപ്പോഴോ തനു അവിടെ സ്വപ്നലോകത്ത് മേഞ്ഞു നടക്കുന്നു. അതേ മതി മതി, ഗ്രാമങ്ങളിൽ പോയി രാപ്പാർത്ത് പോയി ആ പാവങ്ങൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാൻ നോക്ക്. കേട്ടതും അവിടെ കവിളൊക്കെ ചുവന്ന് കയറി. എന്താ ഒരു നാണം. കിച്ചണിൽ ഞങ്ങൾ എത്തും മുമ്പ് തന്നെ സാധനങ്ങൾക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ആരെങ്കിലും എടുത്തുകൊണ്ട് നടന്നാൽ മാത്രം മതി. പറഞ്ഞു വെച്ചെന്ന പോലെ തനു ചായയുടെ ട്രെയിൽ പിടിച്ച്, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, ഉണ്ണിയപ്പോ അച്ചപ്പോ നിറഞ്ഞ പ്ലേറ്റും താങ്ങി പിടിച്ച് ഞാനാണ് മുന്നേ നടന്നു. ഇങ്ങനെ ആരെങ്കിലും മുന്നേ നടന്നാലല്ലേ പെണ്ണിനൊരു ഗമയുള്ളൂ. ആളിൽ വന്നപ്പോഴോ എല്ലാവരെയും നോക്കി ചിരിച്ചും അടുത്ത് ആഞ്ഞു. അച്ഛൻ്റെ കത്തിക്ക് മുന്നിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സതീശൻ അങ്കിൾ. ഭാവങ്ങൾ മറന്ന് പിരിപോയിരിക്കുന്ന നിരഞ്ജൻ ചേട്ടൻ. ഓ, അനിയൻ്റെ വിഷാദരോഗത്തിന് മാത്രം ഒരു മാറ്റമില്ല. പ്ലേറ്റ് മേശപ്പുറത്ത് വെച്ച് ഞാൻ മാറിയെന്ന് കൊടുത്തു. കാരണം ഇനിയും കാത്തിരുന്നാൽ എൻ്റെ അളിയനൊരു തുള്ളി ചായ കിട്ടാതെ പിടഞ്ഞ് ചാവുമെന്ന് തോന്നിപ്പോയി. ചേച്ചി മന്ദമന്ദം നടന്നെടുത്തു. ചേട്ടൻ ദാഹിച്ച് അവശനായിരിക്കുന്നു. ആ മുഖം കണ്ടാൽ അറിയാം. ഒടുവിൽ ചേച്ചിയുടെ പ്ലേറ്റിൽ നിന്ന് ചായ എടുത്ത് ധും 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 ധുന്തുപിനാഥം അവസ്ഥ. ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ല കക്ഷി. അമ്മ ബാക്കി പലഹാരങ്ങൾ കൊണ്ട് നിരത്തി. അതോടെ നിന്നു. രണ്ടിനെയും കണ്ണും കണ്ണും നോട്ടം. എല്ലാവരെയും പരിചയപ്പെടുത്ത അശോക. സതീശന് ഇവിടെ പലരെയും അറിയായിരിക്കും. എന്നാലും ചടങ്ങിന് വേണ്ടി പരിചയപ്പെടുത്താം അല്ലേ? ഇതെൻ്റെ ഭാര്യ പ്രമീള. അമ്മ ഒന്നുകൂടി അച്ഛൻ്റെ അടുത്തോട്ട് ചേർന്ന് നിന്നു. അതെൻ്റെ മൂത്ത മോള് ധനലക്ഷ്മി. ഞങ്ങളൊക്കെ തനുവെന്ന് വിളിക്കും. ഇവിടെ അടുത്തുള്ള കോളേജിലെ ടീച്ചറാണ് മോള്. നിരഞ്ജൻ ചേട്ടൻ ഒടികണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട് ചേച്ചിയെ. പിന്നെ ആ നിൽക്കുന്ന എൻ്റെ ഇളയ മോള് വരലക്ഷ്മി. വീട്ടിൽ ലച്ചു എന്ന് വിളിക്കും. തനു പഠിപ്പിക്കുന്ന കോളേജിലാണ് അവളും പഠിക്കുന്നത്. നിന്റെ ഒരു ഭാഗ്യം, 2 പെൺകുട്ടികളല്ലേ ദൈവം തന്നേ. ഇവിടെ 2 ഞങ്ങൾ മേക്കാൻ പെട്ട പാട് അല്ലേ അതെ. അങ്കിളിനപ്പം ആൻറ്റി അളിനെ ചിരിച്ചു. പക്ഷേ ഇളയതിൻ്റെ മുഖം കണ്ടിട്ട് ഇന്ന് വീട്ടിലൊരു വധം നടക്കും.
അതുകൊണ്ടല്ലേടാ നീ എൻ്റെ മോളെ കൊണ്ടുപോകാൻ വന്നേ. ഒന്നിനല്ലേ ഞങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ, എന്നാലും നിനക്കൊന്നും ബാക്കിയില്ലേ? ആ പറഞ്ഞതിൽ എവിടെയോ ഒരു ഉൾക്കുത്തില്ലേ? ഇനി എന്നെങ്ങാൻ ഈ കുരിശിന്റെ തലയിൽ കെട്ടി വെക്കുമോ? എനിക്ക് മാത്രമല്ല, മുന്നിലിരിക്കുന്ന സാധനത്തിന് ഒരു താങ്ങ് ഫീൽ ചെയ്തിട്ടുണ്ട്. അവനിപ്പോൾ എന്നെ നോക്കി ദുർവാസാവിന് പഠിക്കുക. അശോക, പറയും പോലെ മക്കളെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെൻ്റെ ഇളയമോ സഞ്ജു. സഞ്ജയ്. ദുർവാസാവ് തിരുത്തി. ആ സഞ്ജയ്. അവനിപ്പോൾ പഠിത്തം കഴിഞ്ഞ് ജോലി നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണോ ഇത്രയും ഹുങ്ക്? മട്ടും പാവം കണ്ടാത്തൊന്ന് കളക്ടറാന്ന്. ഇതെൻ്റെ മൂത്തമോൻ നിരഞ്ജൻ. അവൻ പഠിച്ചതൊക്കെ ഇടുക്കിയില്ല. കഴിഞ്ഞ 2 കൊല്ലം അവിടെ തന്നെയായിരുന്നു ജോലി. ഇപ്പം നമ്മുടെ സുധാകരൻ പറഞ്ഞിട്ട് അഹല്യയിലോട്ട് കയറാൻ നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവിടെ തന്നെ കാണും. ചേച്ചി നാണത്തിൻ്റെ നിറകൂടെ വീണ്ടും കമഴ്ത്തി. അപ്പം എങ്ങനെയാ, പിള്ളേർക്ക് വരാൻ സംസാരിക്കാനുണ്ടേ? മോളെ, നിരഞ്ജനെയും കൂടി ടെറസിലേക്ക് പോയിക്കോ. എന്താ ഒരു ഉത്സാഹം! നിന്ന് നിൽപ്പിൽ 2 സ്ഥലം കാര്യാക്കി. അപ്പോൾ അശോക, ഇനി വെച്ച് കിട്ടണോ? മോളെ ഞങ്ങൾ ഇപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാൻ റെഡിയാ കേട്ടോ. ആ, നമുക്ക് പിള്ളേരോട് കൂടി ചോദിച്ചിട്ട് തീരുമാനിക്കാടാ. നിന്റെ വീട്ടിലേക്കല്ലേ എന്തായാലും, പിന്നെ എനിക്കെന്തിനാ പേടി? അച്ഛനാണെങ്കിൽ ഒരു വശത്ത് സംസാരം, മറുവശത്ത് അമ്മയിലത് ആൻറ്റി. ദുർവാസാവ് മാത്രം വർഷങ്ങൾക്ക് ശേഷം ചെറിയാൻ ഒരാൾ കിട്ടിയ പോലെ എന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. ഈ ചേച്ചി ഇതെവിടെ പോയി കിടക്കുക? അവസാനം എത്തി 2. ഭാഗ്യം, അങ്ങനെ എന്നെ ഭസ്മമാക്കിയിട്ടില്ല. എന്നാ പിന്നെ മോനെ നമുക്ക് ഇറങ്ങാം. അശോക, ഞങ്ങൾ ഇറങ്ങട്ടെ. കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ നീ മോളുമായിട്ട് ആലോചിച്ചിട്ട് പറയും. കേൾക്കേണ്ട താമസം ദാ ചാടി ഇറങ്ങിപ്പോണ അനിയൻ. ഇതിന് വല്ല പേയും പിടിച്ചാവും. ചേട്ടൻ പിന്നിൽ നിന്ന് കറങ്ങുന്നുണ്ട്. ചേച്ചി അപ്പോഴേക്കും എൻ്റെ പിന്നിൽ വന്ന് ഒളിച്ചു. നമ്പറൊക്കെ മേടിച്ചില്ലേ ചേച്ചി? ആ തലവിൽക്കാൻ കണ്ടാലറിയാം, അതായിരിക്കും ആദ്യം മേടിച്ചത്. മടിച്ച് ചേട്ടനും പിന്നാലെ അമ്മയും ഇറങ്ങി. അങ്കിൾ അച്ഛൻ്റെ അവസാനം കെട്ടിപ്പിടുത്തിന് കാത്തു നിൽക്കുവാണ്. കെട്ടിപ്പിടുന്ന കഴിഞ്ഞ് പിരിഞ്ഞ ഇണക്കിരിവുകളുടെ നോട്ടം ഇപ്പം എൻ്റെ നേർക്കാണ്. ആ, ഇവളെ നമുക്കൊന്ന് തളക്കണ്ട അശോക. വേണ്ട കേട്ടോ, ആ പൂതി മനസ്സിലിരിക്കട്ടെ. അങ്കിളിന് ഞാൻ സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ടിട്ട് പിടിക്കണില്ലല്ലേ? എല്ലാവരും കൂട്ടച്ചിരി, സഞ്ജു ഒഴികെ. അവനാണെങ്കിൽ ഒരുമാതിരി നോട്ടം. ഇതെന്ത് പാട്? ഞാൻ അങ്ങേരെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അച്ഛൻ വരുന്നുണ്ടോ? ആ സാധനം കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. ഇത് കടിക്കുവോ? അറിയാതിൻ്റെ വായിൽ നിന്ന് വീണതാ. എൻ്റെ അമ്മോ, അതിന് പിടിച്ചായി പിന്നെ എല്ലാവരും ചിരി. കടിക്കൂലടി, മാന്തും. അങ്ങേരുടെ ഒടുക്കത്തെ അലർച്ചയാണ് കേട്ടത്. ഇതിനെങ്ങനെ ഇവർ സഹിക്കുന്നു? പിന്നെ എന്തോ പറയാൻ വേണ്ടി അങ്ങനെ വാ തുറന്നു. പൊന്നളിയിൽ എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതി. പുള്ളി ഓടിച്ചെന്ന് അനിയനെ എന്തൊക്കെയോ മന്ത്രം പറഞ്ഞ് തളച്ചു. എന്നിട്ടും അടങ്ങിയെന്ന് ചോദിച്ചാൽ തീർത്തും പറയാറായിട്ടില്ല. നിരഞ്ജൻ ചേട്ടൻ തന്നെ ചവിട്ടി മടക്കി കാറിലിട്ട് ഡോറടച്ചു. ഗ്ലാസ്സിൽ കൂടി ആ ജീവി ഇപ്പോഴും എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ വൈകിക്കണ്ട, അങ്കിളും മഴ വരുന്നതിന് മുമ്പ് പോയിക്കോ. വിക്കി ഞാൻ പറഞ്ഞു ഒപ്പിച്ചു. ഓൾക്ക് അപ്പോഴേക്കും പേടിയായോ? ഏയ്, ഞങ്ങൾ ഇതിനൊന്നും വീട്ടിൽ വളർത്താറില്ല, അതുകൊണ്ടാ. അങ്കിൾ എന്നെ ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. അവൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു ഇന്നേ. പോകാൻ ഞങ്ങൾ വിട്ടില്ല, നേരെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ ചൂടിലെ ആശാൻ. ഞാൻ ചിരിച്ചെന്ന് വരുത്തി. കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളും കിക്കിരി ചിരി തന്നെ. ആളുകളും ഗ്യാലറിയിൽ നിന്ന് കളിയാണ് നല്ല രസമാണ്. കണ്ണീച്ചോരയില്ലാത്ത സാധനങ്ങൾ. ഒടുവിൽ സമാധാനക്കൂടി വീശി വണ്ടികൾ പോവാൻ പുറപ്പെട്ടു. പാതിശ്വാസം നേരെ വീണു. ചേച്ചി അപ്പോഴും കാലുകൊണ്ട് ത്രികോണത്തിൻ്റെ 3ാമത്തെ വശം വരക്കുന്നു. നിരഞ്ജൻ ചേട്ടനും ആകെ മൊത്തം പെടപ്പ്. ആ വെട്ടുപോത്ത് മാത്രം കണ്ണുരുട്ടിൽ നിർത്തിയിട്ടില്ല. സതീഷ് അങ്കിളാണെങ്കിൽ ഇളയ സന്ധ്യയുടെ ലീലാവിലാസങ്ങൾ കണ്ട് ചിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ പറ്റുന്ന എന്തോ. 2ാമത്തെ വണ്ടി ഗേറ്റ് കടന്നു പോയി. എടുത്തുകൊണ്ട് പോടാ എന്ന ഭാഗത്തിൽ ഞാൻ ആദ്യത്തെ വണ്ടിയെ നോക്കി. സ്റ്റാർട്ടാക്കിയ ഇന്നോവ സഞ്ജു പെട്ടെന്ന് സഡൻ ബ്രേക്കിൽ നിർത്തി. എന്നിട്ട് ഗ്ലാസ് താഴ്ത്തി എൻ്റെ അച്ഛനെയാണ് നോട്ടം. മാമ, ആ നിൽക്കണ വാഴയൊക്കെ നിങ്ങളുടെയാ? ഏത്? അതോ? അത് അപ്പുറത്തേടാ. ഞങ്ങൾക്ക് ഈ കവുങ്ങും കുരുവളക്കും മാത്രമേ ഉള്ളൂ. വാഴയായിരുന്നു ഇതിലും നല്ലത്. ഒരു ലോഡ് പുച്ഛത്തിലാണ് അങ്ങേര് എന്നെ നോക്കിയത്. കേട്ടപാടെ പൊട്ടിച്ചിരിക്കാൻ എൻ്റെ അച്ഛന്. ഇങ്ങേര് എന്നെയല്ലേ വാഴയെന്ന് ഉദ്ദേശിച്ച്? കാലമാട ഇങ്ങനെ ഞാൻ എടുക്കാൻ തുടങ്ങിയ വണ്ടിയുടെ പുറകെ ഞാൻ ഓടാൻ നോക്കുമ്പോഴുണ്ട് തടഞ്ഞു വെക്കുന്ന തനു എന്നെ വിടാനാ പറഞ്ഞേ. അങ്ങനെ ഞാനിന്ന്. സഞ്ജു, നീ വണ്ടി എടുക്കുന്നുണ്ടോ? നിരഞ്ജൻ ചേട്ടൻ അവിടെ ഗുസ്തിയിലാണ്. വണ്ടി എടുക്കും സഞ്ജു, അങ്കിള് പറഞ്ഞു. വണ്ടി നീങ്ങാൻ തുടങ്ങി. എത്തി വലിഞ്ഞ് നോക്കിയപ്പോൾ വണ്ടി ഗേറ്റ് അടക്കാറായി. അങ്കിളെ, പോണ വഴി വല്ല ചങ്ങലയും മേടിച്ചോ? ആ സാധനത്തിൽ തൊടലൊന്നും പോരാ. അങ്കിള് ചങ്ങല മേടിച്ച് പിന്നൊരിക്കൽ വരാൻ മോളെ. അശോക, ഒരു വരവ് കൂടി വരേണ്ടി വരും. അവിടെ എനിക്കിട്ടൊരു താങ്ങ്. അവർക്ക് എൻ്റെ പുക കണ്ടി അടങ്ങും. അപ്പോഴേക്കും വണ്ടി പോയിരുന്നു. വാഴ പോലും വാഴ അരിച്ചു കയറുന്നുണ്ട്. നീ എന്നടി പിച്ചുമ്പേയും പറയുന്നേ? പോയി തുണി മാറ്റാൻ നോക്ക്. ഈ അമ്മ. റൂമിൽ വന്ന് ഷോളും കുന്തറണ്ടവും ഞാൻ വലിച്ചെറിഞ്ഞു. കട്ടിൽ കിടപ്പുണ്ട് ശീലാവതി. ഓ, അവൾ നിരഞ്ജൻ ചേട്ടൻ്റെ ഫോട്ടോയിൽ തോന്നിക്കളിക്കുകയാണ്. അല്ലെങ്കിൽ ഇവൾക്കൊന്നും അറിയണ്ടല്ലോ ഇവിടെ മനുഷ്യൻ്റെ. ദേ താനും, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
എന്താടി? ഞാൻ നിന്നെ നല്ലതിനാ പറയുന്നത്. നിനക്ക് ഈ കല്യാണം വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. എന്തോ? എങ്ങനെ? എടി പോത്തെ, നിരഞ്ജൻ ചേട്ടൻ നല്ലവനൊക്കെ തന്നെയാ. അത് മാത്രം പോലല്ലോ, നിനക്ക് അങ്ങയുടെ കൂടി ജീവിക്കണ്ടേ? അതിനെന്തായാലും ആ ഇളവെത്തി നിന്നെ സമ്മതിക്കൂല. നീയും കണ്ടാലേ എൻ്റെ സ്വഭാവം. പെണ്ണ് കാണാൻ വന്ന വീട്ടിലെ പെണ്ണിനെ കയറി ആരെങ്കിലും വാഴയെന്ന് വിളിക്കുമോ? അപ്പം നീ അവനെ കടിക്കുമെന്ന് ചോദിച്ചതോ? ആ, അതപ്പോഴത്തെ ഒരു ഫ്ലോയിലങ്ങ് വന്നതല്ലേ. ഞാൻ അറിഞ്ഞോ അതിനിപ്പോൾ ഈ സാധനം ഇങ്ങനെ കുരക്കുന്നു? അപ്പം സമ്മതിച്ചല്ലോ, നീ ആ തുടക്കിയിട്ട് നീ അവനെ പോയി ചൊറിഞ്ഞു. അവൻ തിരിച്ചൊന്ന് മാന്തി. തൽക്കാലം അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ എൻ്റെ കല്യാണം മുടക്കാതെ ഞാനില്ല. വേണേ മോള് പോയി കേസ് കൊടുക്ക്. അതും പറഞ്ഞ അവൾ വാതിലും വലിച്ചടിച്ചൊരു പോക്കായിരുന്നു. ആരോട് കേസ് കൊടുക്കാൻ? അച്ഛനാണോ ബെസ്റ്റ്? കല്യാണം ഇന്ന് വേണോ നാളെ രാവിലെ മതിയോ ചിന്തിച്ച് നടപ്പാണ് അച്ഛൻ. അമ്മ പിന്നെ ആദർശ പത്നിയാണല്ലോ. അച്ഛൻ മൊഴിയുന്നു മാത്രമേ മൊഴിയൂ. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഞാൻ തന്നെ ഈ കല്യാണം മുടക്കും. നോക്കിക്കോ. പിന്നീടുള്ള ദിവസങ്ങൾ പതിവ് പോലെ എണീക്കണം, കോളേജിൽ പോകണം, ക്ലാസ് കട്ട് ചെയ്യണം, ഏതെങ്കിലും മരച്ചൂട്ടിൽ നിന്ന് കത്തിവെച്ച് തനുവിൻ്റെ ക്ലാസ് കഴിയും വരെ കാത്തിരിക്കണം. അങ്ങനെ 2 ആഴ്ച കടന്നുപോയി. വീട്ടിൽ കൊണ്ടുപിടിച്ച മുഹൂർത്തം നോക്കലാണ്. 2 മാസത്തിനുള്ളിൽ ഇതിന് വിധി വരുന്ന ലക്ഷണമുണ്ട്. തനുവാണെങ്കിൽ കൊഞ്ചലും കുഴലുമായി ഫുൾ ടൈം ഫോണിലും. ഞായറാഴ്ചയായിട്ട് ഇന്ന് കോളേജിൽ പോകണ്ട. അത് മാത്രമാണ് ആകെയുള്ള ആശ്വാസം. ഫോണിൽ കുത്തി കുത്തി ഞാൻ സിറ്റൗട്ടിൽ വന്നിരുന്നപ്പോഴാണ് മൺവെട്ടിയുമേന്തി പോകുന്ന എൻ്റെ മാതാശ്രീ. ഇതെന്താ സംഭവം രാവിലെ? പിന്നാലെ കുറെ വാഴക്കന്നുമായി നടക്കുന്നു എൻ്റെ ഡാഡിപ്പടി. യൂട്യൂബ് ബ്രൂട്ടസ്. അച്ഛൻ ഇത് എന്തിൻ്റെ കുഴപ്പ? ഇതിപ്പോൾ എവിടെ ഈ വാഴ? അമ്മ അടക്കി പിടിച്ചിരിക്കുന്നു. സതീശൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാടി. നല്ല കദളി വാഴയാ. ഈ സതീശനങ്ങളിൽ വേറെ പണിയൊന്നുമില്ലേ? ഒരു വാഴ നട ഇറങ്ങിയേക്കുന്നു. കൊണ്ടുപോയി അവർക്ക് തന്നെ കൊടുക്ക്. ആ ഇളയ സാധനത്തിന് വല്ല മ്യൂസിക്കാർക്കും പിടിച്ചു കൊടുത്തിരുന്ന് നടാൻ പറ. ആ ഒരു ആവശ്യത്തിന് എടുത്തിട്ടാടി ബാക്കി ഇവിടെ കൊണ്ടുവന്നത്. ഓഹോ, എന്നിട്ട് അങ്കിൾ വരുന്ന ഞാൻ കണ്ടില്ലല്ലോ. അവനല്ല വന്ന്, നിരഞ്ജന. അവൻ അഹല്യയിൽ ജോലിയായിട്ടുണ്ടെന്ന് പറയാൻ വന്നപ്പോൾ തന്നതാ. അതൊക്കെ ഇതിനിടയ്ക്ക് നടന്നോ? വെറുതെ അല്ല, ആ ശിങ്കാരി വിരൽ പിടിച്ച പോലെ ഓടി നടന്ന്. നിരഞ്ജൻ ചേട്ടൻ ട്രാൻസ്ഫർ ആയ സ്ഥിതിക്ക് ഇനി ഊരി തണ്ടാനും തുടങ്ങും. ലച്ചു! അകത്തുനിന്നാണ് ആ നീട്ടിയുള്ള വിളി. കേൾക്കുമ്പോഴേ അറിയാം എന്നെ സോപ്പിട്ട് എന്തോ കാര്യം സാധിക്കാനാണ്. മുറിയിൽ വന്നപ്പോൾ സകലമാന തുണികളും വാരി വലിച്ച് ഇട്ടേക്കുവാണ് തനു. നീ ഇതെന്താ കാണിക്കുന്നത്? മര്യാദയ്ക്ക് എൻ്റെ തുണിയൊക്കെ അടുക്കി പെറുക്കി വെച്ചോ. അതൊക്കെ ഞാൻ വെക്കാം, നീ ആദ്യം വന്നിരിക്ക്. ഞാൻ നിനക്ക് തരാൻ വെച്ചിരുന്നൊരു ടോപ്പ് നോക്കുമായിരുന്നു. എനിക്ക് തരാനോ? ഞാൻ എടുക്കാതിരിക്കാൻ ബാങ്ക് ലോക്കൽ വെക്കാനും മടിക്കാത്തവളെ ഈ പറയുന്നു. ഇതിലെന്തോ കുരുക്കുണ്ട്. ഏത് ടോപ്പാ തനു? അതാ ഞാനും നോക്കുന്നത്. നീ എന്നോട് ആ പുതിയ റെഡ് ടോപ്പ് ഇഷ്ടമായെന്ന് പറഞ്ഞില്ലേ? കിട്ടിപ്പോയി. ഇത് നീ എടുത്തോ. ഇത് നിനക്കാ കൂടുതൽ ചേരുക. താനു തന്നെയാണോ സംസാരിക്കുന്നത്? നിരഞ്ജൻ ചേട്ടനെ കണ്ടിട്ട് കിളി പോയതാണോ? നീ എന്താ വെച്ചാൽ ഇങ്ങനെ നോക്കണേ? നീ ഇതൊന്ന് ഇട്ട് നോക്കിയേ. പെരുമാറ്റത്തിലൊരു വശപ്പിശൊക്കെ ഉണ്ടെങ്കിലും ഓസിനൊരു ടോപ്പ് കിട്ടിയതല്ലേ. അപ്പം തന്നെ ഞാൻ മാറി വന്നു. അതിനൊരു അവളും ഡ്രസ്സ് മാറി നിൽക്കുന്നു. കൊള്ളാം, നിനക്ക് നന്നായിട്ടുണ്ട്. വാ, നമുക്ക് ഇതൊക്കെ ഇട്ട് പുറത്തേക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പം അതാണ്. അല്ല, ശൃംഗരിക്കാൻ നിനക്ക് ഒറ്റയ്ക്ക് പോയാൽ പോരെ തനു? എടി, അച്ഛൻ സമ്മതിക്കൂലടി. പ്ലീസ് പ്ലീസ് ഡി, നീയും കൂടി വാ. നീ ഉണ്ടെങ്കിൽ അച്ഛൻ വീട് വാളിച്ചു പ്ലീസ്. അച്ഛനല്ലേ നിന്നെ കെട്ടിക്കാൻ മുട്ടി നടക്കണേ. അപ്പോൾ പിന്നെ നിങ്ങൾ പുറത്തു വിട്ടാലെന്താ? എടി, അത് പിന്നെ അച്ഛനറിയാം ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. എന്തുട്ട്? അത് പിന്നെ ഞാനും നിരഞ്ജൻ ചേട്ടനും ഇഷ്ടത്തിലായിട്ട് കുറേ വർഷമായി വെച്ചു. അതറിഞ്ഞിട്ടാ അച്ഛനും സതീശങ്ങളും കൂടി ഏട്ടനെ ഇടുക്കിലെത്തി പഠിപ്പിച്ച് കല്യാണം കഴിഞ്ഞിട്ട് മതി കറക്കുന്ന അച്ഛൻ പറഞ്ഞേക്കണേ. ദേവി, ഇതൊക്കെ എപ്പോൾ നടന്നു? എടി പിശാശേ, നീ എൻ്റെ കൂടെ തന്നെയല്ലേ കിടന്നുറങ്ങാറ്? മിണ്ടാപൂച്ച കലടക്കെന്നൊക്കെ പറയണ എത്ര ശരിയാ? എന്നാലും നിനക്ക് എന്നോടൊരു വാക്ക്. സോറി ലച്ചു, ഏട്ട ഇന്ന് വന്നതേ ഉള്ളൂ ഇടിക്കുന്നു. ജസ്റ്റ് പോയെന്ന് കണ്ടിട്ട് നമുക്ക് ഓടി വരാം. പ്ലീസ് ഒന്ന് വാടി. ഇനി ഈ കല്യാണം ഞാനിങ്ങനെ മുടക്കാനാ? നാശം പിടിക്കാൻ. നടക്ക്. ഇനി ഞാൻ കാരണം നീ കാമുനെ കാണാതിരിക്കണ്ട. താങ്ക് യു ഡി. ഈ ടോപ്പ് നീ തന്നെ എടുത്തോട്ടോ, തിരിച്ചു തരണ്ട. ഇങ്ങനൊരു സാധനം. ഞാനൊക്കെ എന്ത് ഭേദം. പുറത്തു വന്നപ്പോൾ തൊഴിലുറപ്പുകാരെ പോലെ വാഴയും തായും പിടിച്ച അമ്മയച്ഛനും. ഇതെങ്ങാനും പണ്ടേ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ വേഷം കെട്ടണ്ടായിരുന്നു. അതെങ്ങനെയാ മക്കള് പ്രേമിക്കാന്ന് പറയുമ്പോൾ രഞ്ജി പണിക്കരെ പോലെ നിങ്ങൾ വേറി വാ ഓരേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. എന്നിട്ടിപ്പോൾ ബോധോദയം വന്നേക്കുന്നു രണ്ടിനും. അച്ഛാ, ലച്ചുവിന് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കണമെന്ന്. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാവേ. അവിടെ എന്നെ തന്നെ കൊലക്ക് കൊടുക്കണം. വാഴക്കൃഷിക്കാർ മൈൻഡ് ചെയ്തില്ല. മൗനം സമ്മതം. ഞങ്ങൾ റോഡിലേക്ക് നടന്നു. കുറ്റിയടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. നിരഞ്ജൻ ചേട്ടൻ ഇപ്പോഴെങ്ങാനും വരുമോ തനു? മനുഷ്യരെ കാല് കഴക്കണു. ഒന്നടങ്ങിൻ്റെ ലച്ചു, ഇപ്പം എത്തും. ചേച്ചി പിന്നെ ഫോൺ വിളിച്ച് വെച്ചു. എത്താറായിന്ന്. പറഞ്ഞിരുന്നില്ല. ദേ എത്തിയില്ല അവരോ? ഞാൻ കണ്ണു ചിമ്മി നോക്കി. നോക്കുമ്പോഴുണ്ട് ദൂരെ നിന്ന് ചീറിപ്പാഞ്ഞു വരുന്ന ഇന്നോവ. മുൻ സീറ്റിൽ 2 രൂപങ്ങൾ. ഒന്ന് നിരഞ്ജൻ ചേട്ടൻ തന്നെ. പക്ഷേ മറ്റേത് സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല എന്ന മട്ടിൽ വരുന്നു എൻ്റെ കാല്. എൻ്റെ അമ്മോ, ലവൻ വണ്ടി കയറ്റി കൊല്ലാനുള്ള വരവാളുള്ള ഈശ്വര. അച്ഛനോട് എനിക്ക് കൂടി ഒരു കുഴിയെടുക്കാൻ പറഞ്ഞിട്ട് വരേണ്ടതായിരുന്നു.